നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 2025 ഡിസംബർ 30 തീയതി, അതായത് 1201 ധനുമാസം 15 തീയതി. നാളെ ചൊവ്വാഴ്ചയാണ്, മംഗളവാരമാകുന്നു. നാളത്തെ സൂര്യോദയം 6:45 അസ്തമയം വൈകിട്ട് 6:07 തൃശ്ശൂരിൽ. നാളത്തെ ചൊവ്വാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. 3 മുതൽ 4:30 വരെയുള്ള സമയം ആഫ്റ്റർനൂൺ, വൈകിട്ട്. രാഹുകാലം നാം ശുഭകാര്യങ്ങൾ ചെയ്യാറില്ല ആ 1.5 മണിക്കൂർ സമയം. നാളത്തെ നക്ഷത്രം പൂർണ്ണമായും ഭരണി നക്ഷത്രമാണ്. ഭരണി യമൻ്റെ നക്ഷത്രമാണ്. നാം ശുഭകാര്യങ്ങൾക്ക് ഭരണി നക്ഷത്രം സ്വീകരിക്കാറുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അങ്ങനെയുള്ള 7 നക്ഷത്രങ്ങളും യമ, രുദ്രാഹി, മുപ്പൂരം, തൃക്കേട്ട ഇവ 7 നാൾ. യമൻ ഭരണി, രുദ്രൻ തിരുവാതിര ശിവൻ്റെ നക്ഷത്രം, അഹി ആയില്യം സർപ്പദേവതകൾ, മുപ്പൂരം പൂരം, പൂരാടം, പൊരുരുട്ടാതി, പിന്നീട് തൃക്കേട്ട. ഈ നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്ക് ഞാൻ സ്വീകരിക്കാറില്ല. വിതക്കിൽ വിളയാ ഭൂമോ യാത്ര പോകിലവൻ വരാ. യാത്ര പോകുന്ന വ്യക്തി തിരിച്ചു വരില്ല, വിത്തിട്ടാൽ പൊടിക്കില്ല. അങ്ങനെയുള്ളൊരു നക്ഷത്ര ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. നാളെ ചൊവ്വാഴ്ചയാണ്, ഭരണിയാണ്. നാളെ ഭദ്രകാളിയുടെ ദിനമാണ്. എല്ലാ ദോഷങ്ങളും മാറാൻ ഭദ്രകാളിക്ക് നല്ല പൂജ ചെയ്യുക. നാളികേരം കൊണ്ട് മുട്ടറക്കുക, ശത്രുസംഹാര കുരി ചെയ്യുക. മനസ്സിരുത്തിക്കൊണ്ട് ഭദ്രകാളി മന്ത്രം ചെയ്യണം. ഓം കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ജ കുലധർമ്മം ജ മാം ജ പാലയ പാലയ. അല്ലയോ ഭദ്രകാളി അമ്മേ, ഞാൻ നിങ്ങളെ നമസ്കരിക്കുന്നു. എൻ്റെ കുലത്തെയും കുലത്തിൻ്റെ മഹിമയെയും കുലധർമ്മങ്ങളെയും നീ പാലിക്കുക. അങ്ങനെയുള്ള ഭദ്രകാളി അമ്മയെ നമസ്കാരം. അത് ചെയ്തതിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഭദ്രകാളിയുടെ മൂലമന്ത്രം ജപിക്കാം. എന്താണ് ഭദ്രകാളി അമ്മയുടെ മൂലമന്ത്രം? ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ. കാള്യൈ നമഃ. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ. ഒരു 18 തവണ നിങ്ങൾ ജപിച്ചു നോക്കൂ. നിങ്ങളുടെ ശരീരത്തിന് വൈബ്രേഷൻ, എന്തെന്നില്ലാത്ത വൈബ്രേഷൻ അനുഭവപ്പെടും. ഗ്യാരണ്ടി, മാരാരുടെ. പ്രിയമുള്ളവരെ, നാളത്തെ ദിനം എന്തെങ്കിലും നിങ്ങൾക്ക് നിർബന്ധമായി യാത്രയോ മറ്റ് വല്ല കാര്യങ്ങളോ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായി ഉണ്ടെങ്കിൽ മാത്രം നാളെ 10:45 മുതൽ 11:45 വരെയുള്ള സമയം സ്വീകരിക്കുക. വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ്, യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം. നന്ദി, നമസ്തേ.